നിലാക്കേറിലേക്ക് സ്വാഗതം. 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അതിലൊരാൾക്ക് വിവാഹം കഴിക്കാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവളുടെ വിവാഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു യുവാവുമായി വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചു. 1 വർഷത്തിന് ശേഷം വിവാഹം നടത്താം എന്നതായിരുന്നു അവരെടുത്ത തീരുമാനം. എന്താണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും തൻ്റെ വിവാഹ ദിവസം അടുത്തു വരുന്നല്ലോ എന്നോർത്ത് അവൾ അസ്വസ്ഥയാവുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം മറ്റേ പെൺകുട്ടി അവൾ ആ യുവാവിനെ മൗനമായി പ്രണയിക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് തൻ്റെ പ്രണയം പറയണമെന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ പ്രണയാഭ്യർത്ഥന അയാൾ സ്വീകരിക്കുമോ എന്ന കടുത്ത ഭയമുണ്ടെങ്കിലും അയാളെ കാണാനുള്ള അതിതീവ്രമായ ആഗ്രഹത്തോടെ അയാൾ നാട്ടിലേക്ക് വരുന്നതും കാത്ത് അവളിരുന്നു. ഇത് ഒരു കഥാസന്ദർഭമാണ്. വിദേശത്തായിരിക്കുന്ന ഒരു യുവാവ് നാട്ടിലേക്ക് വരുന്നതിനെ 2 തരത്തിൽ സമീപിക്കുന്ന 2 പെൺകുട്ടികളെ ഇവിടെ കാണാൻ കഴിയും. ഒരാൾ ആ വരവോർത്ത് ഭയം കൊണ്ട് നിറയുമ്പോൾ അപര ആഹ്ലാദം കൊണ്ട് തുളുമ്പുകയാണ് ചെയ്യുന്നത്. ഈ 2 പെൺകുട്ടികളെ പോലെയാണ് അന്ത്യവിധിയുമായി ബന്ധപ്പെട്ട സുവിശേഷ ഭാഗം വായിച്ച് കേൾക്കുന്ന വിശ്വാസികൾ. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം വായിച്ചു കേൾക്കുമ്പോൾ ഭയം അതിൻ്റെ മൂർച്ചയുള്ള നാക്കുകൊണ്ട് നമ്മെ നക്കിത്തുടയ്ക്കുന്നത് പോലെ തോന്നും. അത്രയ്ക്ക് ഭീതികരമായ വിവരണങ്ങളാണ് അതിലുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ല, മറ്റു സുവിശേഷങ്ങളിലും യുഗാന്ത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഈ അനുഭവമാണ് ഉണ്ടാവുക. യുദ്ധം, വ്യാജപ്രവാചകന്മാർ, ഇരുണ്ടുപോകുന്ന സൂര്യൻ, നിലത്തേക്ക് പതിക്കുന്ന നക്ഷത്രങ്ങൾ, ഇളകി മറിയുന്ന ആകാശം എന്നിങ്ങനെ സർവപ്രപഞ്ചത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള പ്രവചനമായി ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം സംഭവിക്കാതെ ഈ തലമുറ കടന്നു പോവുകയില്ല എന്നുകൂടി നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ ഇതൊക്കെയും ഞാൻ അനുഭവിക്കണമല്ലോ എന്നൊരു വേദന കൂടി ഉള്ളിലുണരും. ഇതിനെ തുടർന്ന് യേശുവിൻ്റെ 2ാമത്തെ വരവ് സംഭവിക്കും എന്നുകൂടി വായിക്കുമ്പോൾ യേശുവിൻ്റെ ആഗമനത്തോട് ചേർന്ന് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെയും ക്ലേശങ്ങളെയും പീഡകളെയും കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാനാവൂ. അങ്ങനെ യേശുവിൻ്റെ 2ാം വരവ് എന്നത് തന്നെ ഭീതികരമായ വരാണ്ടിരിക്കുന്ന ഒരു അനുഭവമായി നമ്മുടെ ഉള്ളിൽ ആരൊക്കെയോ പതിപ്പിച്ചിട്ടുണ്ട്. അതായത് ആദ്യം പറഞ്ഞ കഥാസന്ദർഭം ഉണ്ടല്ലോ, അതിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടി തൻ്റെ പ്രതിശ്രുത വരൻ്റെ വരവ് അടുത്തു വരുമ്പോൾ അനുഭവിക്കുന്ന ഭയവും നിരാശയും അങ്കലാപ്പുമൊക്കെയാണ് അന്ത്യവിധി എന്ന് കേട്ടാലും യേശുവിൻ്റെ 2ാം വരവ് എന്ന് കേട്ടാലും വിശ്വാസികളായ കുറേ പേർക്ക് ഉണ്ടാകുന്നത്. എന്നാൽ താൻ പ്രണയിക്കുന്ന പുരുഷൻ്റെ വരവ് കാത്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ അഭിനിവേശത്തോടെ യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെക്കുറിച്ച് സുവിശേഷത്തിൽ വളരെ സന്തോഷകരമായ ഒരു സൂചനയുണ്ട്. അതിങ്ങനെയാണ്: 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാനെന്ന് കരുതുന്നവരൊക്കെയും യഥാർത്ഥത്തിൽ ആ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അവിടത്തേക്ക് പ്രിയപ്പെട്ടവരുടെ ഗണത്തിൽ ഞാനും ഉൾപ്പെടുമോ എന്ന ഒരു ആശങ്ക മാത്രമേ അവർക്കുള്ളൂ. അവരെ സംബന്ധിച്ച് മരണമോ അന്ത്യവിധിയോ ഒന്നും ഒരു നഷ്ടമല്ല. മറിച്ച് കാണണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചയാളെ കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവുമൊക്കെയാണ് അവർ അനുഭവിക്കുന്നത്. അതിനർത്ഥം അവർക്ക് മരണഭയം ഇല്ല എന്നൊന്നുമല്ല. പക്ഷേ മരണഭയത്തെയൊക്കെയും ഈ ആഹ്ലാദത്തെക്കുറിച്ചുള്ള അതിയായ ആവേശം കൊണ്ട് അവർക്ക് മറികടക്കാൻ കഴിയുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ സ്വയം ഒരു ചോദ്യം ചോദിക്കണം: അന്ത്യവിധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വികാരം എന്താണ്? എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ്? കഠിനമായ പീഡകളുടെ നാളുകളിലേക്ക് എടുത്തെറിയപ്പെടുമെന്ന ഭയമാണോ? അതോ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാനുള്ള ആകാംക്ഷയാണോ? ജീവിതകാലത്തിൽ ദൈവത്തോടൊപ്പം ശേഖരിക്കാൻ ശ്രമിച്ചവർക്ക് മരണത്തിൽ പോലും അതൊന്നും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ തനിക്കു വേണ്ടി മാത്രമായി
എന്തൊക്കെയോ പെറുക്കിക്കൂട്ടാൻ ശ്രമിച്ചവർക്ക് അതൊക്കെയും കൈവിട്ടു പോകുന്നതിൻ്റേതായ നിരാശ അനുഭവിക്കേണ്ടി വരും. ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ ഇതിലേതായിരിക്കും എൻ്റെ വിഹിതം? മരണത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും കേൾക്കാനിടയായാൽ ഭയപ്പാടിൻ്റെ വികാരമാണ് ഉണരുന്നതെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രമായി ജീവിച്ചിരുന്ന ഒരാളാണ് എന്നതിൻ്റെ സൂചനയല്ലേ? എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നിനും വേണ്ടിയല്ലാതെ ആ മഹാസ്നേഹത്തെ അനുഭവിക്കാനുള്ള കൊതി കൊണ്ട് മാത്രം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ ദിനങ്ങൾ സന്തോഷത്തിൻ്റെ ദിനങ്ങളാവും. എന്താണെങ്കിലും ഒരു ചോദ്യം കുറച്ചുകൂടി ശ്രദ്ധയോടെ നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. 4 ദിക്കിൽ നിന്നും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഞാനുണ്ടായിരിക്കുമോ? തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ ഉൾപ്പെടണമെന്ന മോഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചാൽ മതിയായിരിക്കുമോ? പൊതുവേ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെയും ജീവിതത്തിലെ സഹനങ്ങളുടെയും മുന്നിൽ പരിഭ്രമിച്ചും നിരാശപ്പെട്ടും നിൽക്കാനേ നമുക്കറിയൂ. എന്നാൽ മറ്റൊരു സമീപന രീതി സാധ്യമാണെന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന പീഡകളെയോർത്ത് പേടിക്കുന്നതിനു പകരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്നറിയുന്ന നിമിഷം അനുഭവിക്കുന്ന ആഹ്ലാദം എനിക്കും കൂടി അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ചിലതൊക്കെ ചെയ്തു തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ സ്നേഹക്കുറവ് കൊണ്ടാണല്ലോ നിൻ്റെ വരവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നത്. നിനക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള സ്നേഹം എന്നിൽ പകരണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.